ബ്രോ എന്താണ് എക്സ്പെക്ടേഷൻ പറയൂ. എന്റെ പറയൂ, നമ്മള് മാർവൽ ഫാനായിട്ട് DC മൂവി കാണുമ്പോൾ ഒരു സാധനം പറയൂ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ ടൈറ്റിൽ പോലെ തന്നെ വൈ സൂപ്പർമാൻ. മാർവൽ ഫാനായ ഞാൻ മാർവൽ പടങ്ങൾക്ക് മാത്രം തിയേറ്ററിൽ പോയി കണ്ട് റിവ്യൂ ചെയ്യുന്ന ഞാൻ എന്തുകൊണ്ട് ഒരു DC സൂപ്പർമാൻ ഫിലിം പോയി കാണുന്നു, അതിൻ്റെ റിവ്യൂ എടുക്കുന്നു എന്നായിരിക്കും എന്നെ അറിയണ ഒരു ചോദ്യം. കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നതും ഈ DC ഫ്രാഞ്ചൈസിൻ്റെ പുതിയ ഫൗണ്ടറും നമ്മുടെ മാർവൽ ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത ജെയിംസ് ഗണ്ണാണ്. അപ്പോൾ ജെയിംസ് ഗണ്ണിൻ്റെ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 1, 2, 3 മൂന്നും നല്ല പടങ്ങളാണ്. നല്ല സ്റ്റോറി ബേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ ജെയിംസ് ഗൺ മൂവിയാണ്. ടോപ്പ് നോച്ച് എന്ന് ഞാൻ മറ്റ് മാർവൽ പടങ്ങളെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ, ആ ഒരു എറയിലുണ്ടായിരുന്ന മാർവൽ പടങ്ങളെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ ടോപ്പ് നോച്ച് അല്ല, പക്ഷേ അടിപൊളി സ്റ്റോറിയും നല്ല വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു മൂവിയായിരുന്നു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി. അപ്പോൾ ജെയിംസ് ഗണ്ണ് പുതിയൊരു ഡയറക്ടർ, DCയുടെ ഡയറക്ടറാണ്. ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. ആളെടുത്ത പടങ്ങൾ, അതായത് ഇപ്പോൾ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി തന്നെ കോമിക് അക്യൂറേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും പക്ക DC കോമിക്സ് അക്യൂറേറ്റാണ് ഈ പടവും എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ട്രെയിലറിൽ കിട്ടിയ ഒരു വിവരം. ഇനി പടം കണ്ടറിയാം ഇത് എത്രത്തോളം കോമിക് അക്യൂറേറ്റായി, എത്രത്തോളം സ്റ്റോറി ബേസ്ഡായി എന്നുള്ളതൊക്കെ. മാത്രമല്ല, ഇതുവരെ ഉണ്ടായിരുന്ന സൂപ്പർമാൻ ആയാലും DC ഫിലിംസൊക്കെ ആയാലും കുറച്ചുകൂടിയും ഡാർക്ക് തീമായിരുന്നു. ഇത് കുറച്ചുകൂടിയും കളർഫുള്ളായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടിയും എൻഗേജിങ് ആയിട്ടാണ് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ എന്തായാലും വൈ നോട്ട് സൂപ്പർമാൻ എന്ന് തോന്നി. ഞാൻ ലാസ്റ്റ് കണ്ട പടം തിയേറ്ററിൽ 2017 ജസ്റ്റിസ് ലീഗ് ആയിരുന്നു. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടു. നമ്മുടെ ജസ്റ്റിസ് ലീഗിൻ്റെ എക്സ്റ്റൻഡ് കട്ട് വെർഷൻ, സ്നൈഡർ കട്ട് കണ്ടു. ബെസ്റ്റ്. അത് ഞാൻ എപ്പോഴും പറയും, സ്നൈഡർ കട്ടിൻ്റെ ജസ്റ്റിസ് ലീഗ്. അപ്പോൾ ഇതും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ടു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ദാറ്റ് വാസ് എ നൈസ് മൂവി മാൻ. നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്, നല്ല കളറാക്കി എടുത്തിട്ടുണ്ട്, ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. നല്ല സ്റ്റോറി, കുറേ ഒറിജിൻ സ്റ്റോറിയൊക്കെ കുത്തി കയറ്റിയിട്ട് ബോറാക്കിയിട്ടില്ല. അതൊക്കെ നൈസായിട്ട് ഒരു സ്റ്റോറി പോലെ എഴുതി കഴിഞ്ഞ് പിന്നെ നേരെ അടുത്ത ഇവൻറ്റ്സിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റോറി, നല്ലൊരു ഡിഫറെൻറ്റ് സ്റ്റോറി, കോമിക് അക്യൂറേറ്റുള്ള സ്റ്റോറി. നമ്മൾ ഇതുവരെ കണ്ട DC മൂവീസിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ്. നമ്മുടെ ഇപ്പോൾ ജെയിംസ് ഗണ്ണ് തുടങ്ങിയ DC യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് ഔട്ട്പുട്ടാണിത്. ഫസ്റ്റ് ഫ്രാഞ്ചൈസിലെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ദാറ്റ് വാസ് എ ഗുഡ് സ്റ്റാർട്ട്. നല്ലൊരു മൂവിയാണ്. നല്ലൊരു എന്താ പറയുക, കണ്ടിരിക്കാം. ഒരു സ്ഥലത്തും ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ ഒരു ബോറിങ് ഫീൽ ചെയ്തിട്ടില്ല. മാർവൽ ഫാനായിട്ട് കൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പടം. സൂപ്പർമാൻ ഹെൻറി കാവിൽ നമുക്ക് മിസ് ചെയ്യും എന്തായാലും. പക്ഷേ ഈ ഒരു സൂപ്പർമാൻ അങ്ങനെ തോന്നിച്ചിട്ടില്ല. നന്നായിട്ട് തന്നെ ആ ഒരു പാർട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെക്സ് ലൂതർ, പേരെനിക്ക് ഓർമ്മയില്ല, നമ്മുടെ മാർവലിലൊക്കെ ബീസ്റ്റായിട്ട് അഭിനയിക്കുന്ന ആളാണ് എക്സ്മെൻ സീരീസിൽ. പക്ഷേ അവൻ അടിപൊളിയായിട്ട് ആ ഒരു വില്ലൻ ക്യാരക്ടറിനെ തന്നെ നല്ലൊരു ഔട്ട്പുട്ടോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് ഐമാക്സിലാണ് കണ്ടു കേട്ടോ. ഇത് ഐമാക്സിന് വേണ്ടി ഉണ്ടാക്കിയ മൂവിയാണ്. ഐമാക്സിൽ കണ്ടപ്പോൾ ബെറ്റർ, ഒന്നുകൂടിയും കുറേ കാലമായി വെച്ചാണ് ഐമാക്സിൽ കാണുന്നത്. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഐമാക്സിൽ കണ്ടപ്പോൾ. എന്തായാലും മൂവി അടിപൊളിയായിരുന്നു. കാണാത്തവർ പോയി കാണുക. DC ഫാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. അവർക്ക് ഈ ഐമാക്സിൽ തന്നെ കാണുക. അപ്പോൾ ഈ ഒരു മൂവി മിസ് ചെയ്യരുത്, സൂപ്പർമാൻ. അപ്പോൾ ഓക്കെ, ബൈ.